ഹലോ നമസ്കാരം. സ്റ്റഡി സ്റ്റുഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി BA ഹിസ്റ്ററി സെക്കൻഡ് സെമ്മിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻ ആൻസറുകളാണ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ കമൻറ്റുകൾ എഴുതി അറിയിക്കുക. പെയ്ഡ് നോട്ട്സ്, പെയ്ഡ് അസൈൻമെൻറ്റ്സ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ മുൻ വീഡിയോസിലൊക്കെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. ഒന്നുകിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടാവും, അല്ലെങ്കിൽ വീഡിയോക്ക് ലാസ്റ്റിൽ നമ്പർ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്പറിൽ നിങ്ങൾ വാട്സാപ്പിൽ വരികയാണെങ്കിൽ ഡീറ്റെയിൽസ് തരാം. പിന്നെ മറ്റൊരു കാര്യം, നിങ്ങൾ ഇതിൽ ഞാനിപ്പോൾ ഈ എക്സാം ബേസ്ഡ് ക്ലാസ് ഇട്ടപ്പോൾ ഒരു ബ്ലോക്ക് സോഷ്യോളജി തീരുമ്പോൾ ഒരു ബ്ലോക്ക് ഹിസ്റ്ററി എന്ന രീതിയിലാണുള്ളത്. അപ്പോൾ രണ്ടിലിപ്പോൾ ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ബ്ലോക്ക് തീർന്നു, സോഷ്യോളജിയിൽ 2 ബ്ലോക്ക് തീർന്നു. ഫസ്റ്റ് 2 ബ്ലോക്കും തീർന്നിട്ടുണ്ട് കേട്ടോ. ഹിസ്റ്ററിയിൽ രണ്ടാമത്തെ ബ്ലോക്കത്തെയാണ് ഇന്നത്തെ ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇത് ഓർഡറിലാണ്, ഓരോ ബ്ലോക്കായിട്ടാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് ഇതിൽ കുറേ ആളുകൾ കമൻറ്റ് ഇടുന്നൊരു പ്ലേലിസ്റ്റിലാക്കിയിട്ട് ചെയ്യാം. ഈ എക്സാം ബേസ്ഡ് ക്ലാസ് എന്നൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ സോഷ്യോളജി ഉണ്ടാവും, ഹിസ്റ്ററി ഉണ്ടാവും. ആദ്യമൊന്നും നിങ്ങളത് സെലക്ട് ചെയ്യുക. ആകെ 6 ക്ലാസ്സുകളല്ലേ വരുവുള്ളൂ കേട്ടോ. ഒന്ന് സെലക്ട് ചെയ്യുക. അല്ലാതെ അങ്ങനെ കുറേ കണ്ടമാനം പ്ലേലിസ്റ്റ് എന്നാൽ തന്നെ ഉണ്ട്. അപ്പം അങ്ങനെ വേണ്ടാന്ന് കരുതിയിട്ടാണ്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് ക്ലാസ്സിലേക്ക്. ഹിസ്റ്ററി രണ്ടാമത്തെ ബ്ലോക്കിൽ പിന്നെ ഫസ്റ്റിലെ യൂണിറ്റ് വരുന്നത് വേദിക് ഏജ് ആൻഡ് PGW കൾച്ചറാണ്. ഇതിലേക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ള. ഫസ്റ്റ്, വിച്ച് ആർ ദ മേജർ തിയറീസ് ഓഫ് ഒറിജിൻ ഓഫ് ആര്യൻസ് എന്ന്. ആര്യന്മാരുടെ ഉത്ഭവത്തെക്കുറിച്ചുള്ള പ്രധാന സിദ്ധാന്തങ്ങൾ ഏതൊക്കെയാണ് എന്ന്. അതിൻ്റെ ആൻസർ, വില്യം ജോൺസ് ആര്യന്മാർ ഒന്നുകിൽ മധ്യേഷ്യ അല്ലെങ്കിൽ കിഴക്കൻ യൂറോപ്പ് എന്നിവിടങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ അവിടങ്ങളിലാണ് ജീവിച്ചിരുന്നത് എന്നാണ് അനുമാനിക്കുന്നത്. മാക്സ് മുള്ളറും ആര്യന്മാർ മധ്യേഷ്യയിൽ ഉത്ഭവിച്ചവരാണ് എന്ന് തന്നെയാണ് വാദിക്കുന്നത്. ഇന്ത്യക്കാർ, ഗ്രീക്കുകാർ, പേർഷ്യക്കാർ, റോമാക്കാർ, ജർമ്മൻകാർ, അതുപോലെ കെൽറ്റുകൾ എന്നിവരുടെ പൂർവികർ ഒരേ സ്ഥലത്ത് നിന്ന് വന്നവരായിരുന്നിരിക്കണം എന്നാണ് അദ്ദേഹം വിശ്വസിക്കുന്നത്. ഈ സ്ഥലങ്ങളിലെ ഭാഷ ആരാണ് അദ്ദേഹം? നമ്മൾ നേരത്തെ പറഞ്ഞ മാക്സ് മുള്ളർ കേട്ടോ. ഈ സ്ഥലങ്ങളിലെ ഭാഷകളിലുള്ള അല്ലെങ്കിൽ ഭാഷാപരമായ സാമ്യം നിർദ്ദേശിച്ചുകൊണ്ടാണ് മാക്സ് മുള്ളർ തൻ്റെ വാദത്തെ സാധൂകരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ആര്യന്മാർ മധ്യേഷ്യയിൽ നിന്നാണ് ഉത്ഭവിച്ചത്. അതിൻ്റെ ഒരു ശാഖ യൂറോപ്പിലേക്കും മറ്റൊരു ശാഖ ഇറാനിലേക്കും കുടിയേറി. ഇറാനിയൻ ശാഖയുടെ ഒരു വിഭാഗം പിന്നീട് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലേക്ക് മാറി താമസിച്ചു അല്ലെങ്കിൽ കുടിയേറി. ഇന്ത്യൻ ദേശീയവാദിയായ ബാലഗംഗാധര തിലക് ആര്യന്മാരുടെ യഥാർത്ഥ ഭവനം ആർട്ടിക് പ്രദേശമാണ് എന്നാണ് വാദിക്കുന്നത്. ഈ സിദ്ധാന്തം അദ്ദേഹത്തിൻ്റെ കൃതിയായ ആർട്ടിക് ഹോം ഇൻ ദ വേദാസ് എന്നതിൽ അദ്ദേഹം വിവരിച്ചിട്ടുമുണ്ട്. ഹിമയുഗത്തിന് മുമ്പ് ഉത്തരധ്രുവത്തിലാണ് ആര്യന്മാർ ആദ്യം വസിച്ചിരുന്നത് എന്ന് തിലക് വാദിച്ചു. എന്നാൽ ശാസ്ത്രീയ അടിത്തറ ഇല്ലാത്തതുകൊണ്ട് ഈ സിദ്ധാന്തത്തെ എന്ത് ചെയ്തിട്ടുണ്ട്? ആളുകൾ നിരസിച്ചിട്ടുണ്ട്. പ്രമുഖ ചരിത്രകാരനായ AC ദാസിൻ്റെ അഭിപ്രായത്തിൽ ആര്യന്മാരുടെ യഥാർത്ഥ ഭവനം സപ്തസിന്ധു അല്ലെങ്കിൽ സിന്ധു നദിയുടെ സപ്തസിന്ധു പറഞ്ഞാൽ 5 നദികൾ ചേരുന്ന സ്ഥലം അവിടെയാണെന്നാണ് പറയുന്നത്. ഋഗ്വേദത്തിലെ ഭൂമിശാസ്ത്രപരമായ പരാമർശങ്ങളെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹം ഈ വാദം ഉന്നയിച്ചിട്ടുള്ളത്. സിന്ധു, അതുപോലെ ദൃശ്യദ്വതി, സരസ്വതി എന്നീ നദികളുടെ താഴ്വരയാണ് ആര്യന്മാരുടെ വാസസ്ഥലമെന്നാണ് ഇന്ത്യൻ ചരിത്രകാരനായ RC മജുംദാർ വാദിക്കുന്നത്. അപ്പോൾ സ്വാമി ദയാനന്ദ സരസ്വതിയും ബ്രിട്ടീഷ് ഓറിയൻ്റലിസ്റ്റായ FP പാർഗിറ്ററും ആര്യന്മാരുടെ യഥാർത്ഥ ഭവനം അല്ലെങ്കിൽ അവരുടെ യഥാർത്ഥ ജന്മസ്ഥലം ടിബറ്റാണ് എന്നാണ് വാദിക്കുന്നത്. ഇന്ത്യൻ ഉത്ഭവസ്ഥാനത്തെ പിന്തുണച്ച് ഗംഗാനാഥനും BB ലാലും തുടങ്ങിയിട്ടുള്ള പ്രശസ്തരായ സ്കോട്ടിഷ് ഭാഷാ ശാസ്ത്രജ്ഞരും അതുപോലെ P. ഗൈൽസ് എന്ന ശാസ്ത്രജ്ഞനും ഹംഗേറിയൻ മാതൃഭൂമി ആണ് അല്ലെങ്കിൽ അവരുടെ മാതൃഭൂമി ഹംഗേറിയാണ് എന്നുള്ളൊരു സിദ്ധാന്തത്തെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ബിർച്ച് സിദ്ധാന്തത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് അദ്ദേഹം ഈ വാദം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഇന്ത്യൻ, ഇറാനിയൻ, ജർമ്മൻ, ബാൾട്ടിക്, സ്ലാവിക് ഭാഷകളിൽ ബിർച്ച് മരം സാധാരണമാണ് എന്ന് അദ്ദേഹം കണ്ടെത്തി. അപ്പോൾ ഈ ബിർച്ച് മരത്തെക്കുറിച്ച് അവരുടെ ഗ്രന്ഥങ്ങളിൽ അവരുടെ ഇതിലെല്ലാം പരാമർശിക്കുന്നു എന്നതുകൊണ്ട് അദ്ദേഹം അങ്ങനെ ഒരു സിദ്ധാന്തം മുന്നോട്ട് വെച്ചു. പക്ഷേ ഈ സിദ്ധാന്തത്തെ ബ്രാൻഡൻസ്റ്റൺ എന്ത് ചെയ്തിട്ടുണ്ട്? നിരസിച്ചിട്ടുണ്ട്. ബ്രാൻഡൻസ്റ്റൺ എന്ന ചരിത്രകാരൻ നിരസിച്ചിട്ടുണ്ട്. അമേരിക്കൻ നരവംശാസ്ത്രജ്ഞനായ ലൂയിസ് H. മോർഗാൻ്റെ അഭിപ്രായത്തിൽ ആര്യന്മാരുടെ ജന്മദേശം പടിഞ്ഞാറൻ സൈബീരിയയിലായിരുന്നു എന്നാണ്. അപ്പോൾ സൈബീരിയ തണുത്തുറഞ്ഞപ്പോൾ ആര്യന്മാരെന്ത് ചെയ്തു? കുടിയേറി താമസിക്കാൻ തുടങ്ങി. അങ്ങനെ അവർ വിവിധ സ്ഥലങ്ങളിലെത്തി. ആ കൂട്ടത്തിൽ എവിടെയും എത്തിയിട്ടുണ്ട്, ഇന്ത്യയിലും എത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ആൽപ്സിൻ്റെ കിഴക്ക്, അതായത് യൂറോപ്യൻ
യൂറോപ്പിന് ചുറ്റുമുള്ള പ്രദേശങ്ങളിലായിരിക്കാം ആര്യന്മാർ ജീവിച്ചിരുന്നത് എന്നാണ് RS ശർമ്മ വാദിക്കുന്നത്. അപ്പോൾ ആര്യന്മാരുടെ വരവിനെക്കുറിച്ച് ചോദിച്ചാൽ നമുക്കൊരു കൃത്യമായൊരു ഉത്തരമില്ല. പലരുടെ അഭിപ്രായത്തിൽ പല ദേശങ്ങളാണ്, പല രാജ്യങ്ങളാണ്. അപ്പോൾ ആ പല ദേശങ്ങളിലുള്ളതിനൊക്കെ ഓരോ സിദ്ധാന്തമായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ആ സിദ്ധാന്തങ്ങളാണ് അതിൻ്റെ ആൻസറായിട്ട് കൊടുക്കേണ്ടത്. 5 മാർക്കിനെ ചോദിക്കുക, എസ് ഒന്നും ചോദിക്കില്ല കേട്ടോ. പിന്നെ അടുത്തൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് ആർ ദ സിമിലാരിറ്റീസ് ബിറ്റ്വീൻ ഋഗ്വേദ ആൻഡ് അവസ്ഥ? ഋഗ്വേദവും അവസ്ഥയും തമ്മിലുള്ള സാമ്യതകൾ എന്തൊക്കെയാണെന്ന്. ആൻസർ, ആദ്യകാല യൂറോപ്യൻ ഭാഷാ മാതൃകയായ ഋഗ്വേദത്തിൽ അല്ലെങ്കിൽ ഭാഷാകൃതിയായ ഋഗ്വേദത്തിൽ ഇറാനിയൻ ഗ്രന്ഥമായ അവസ്ഥയിലും അതുപോലെ പേരുകൾ അടങ്ങിയിട്ടുണ്ട്. അതാണ് ഒരു സാമ്യം. 2 ഗ്രന്ഥങ്ങളിലും നിരവധി ദൈവങ്ങൾക്ക് ഒരേ പേര് ഉപയോഗിച്ചിരിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇറാനിയൻ ലിഖിതങ്ങളിലെ കാസറ്റ് ലിഖിതങ്ങൾ, അതുപോലെ മിത്താനി ലിഖിതം എന്നിവ പോലെ നിരവധി ആര്യൻ പേരുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. അതാണ് രണ്ടിനും സാമ്യത കാണുന്നതായിട്ട് പറയുന്നത് കേട്ടോ. ഹൂ ആർ ദ ഇൻഡോ ആര്യൻസ്? ആരാണ് ഇൻഡോ ആര്യന്മാർ? ആര്യന്മാർ ഒരു പ്രത്യേക ജനസമൂഹമാണെന്നും അതല്ല ചില ഭാഷകൾ സംസാരിക്കുന്ന ആളുകൾ മാത്രമാണെന്നും ഇത് രണ്ടുമല്ല അവർ ശ്രേഷ്ഠരായിട്ടുള്ള ഒരു വിഭാഗം എന്നൊരു വിശേഷണം സംബന്ധിച്ച സർവനാമം മാത്രമാണെന്നും വാദങ്ങളുണ്ട്. എന്നാൽ ആര്യൻ എന്ന സംജ്ഞ ഇന്ത്യയിൽ മാത്രമുള്ളതല്ല. അവിടെ ഇറാൻകാർ തങ്ങളെ ആര്യന്മാരായിട്ട് അടയാളപ്പെടുത്തുന്നുണ്ട്. ഇറാൻ എന്ന രാജ്യത്തിൻ്റെ പേര് തന്നെ ആര്യൻ എന്ന പദത്തിൽ നിന്നാണ് ഉണ്ടായത് എന്നതാണ് പരാമർശിക്കപ്പെടുന്നത്. വിവിധ രാജ്യങ്ങളിൽ ആര്യൻ ഭാഷ സംസാരിക്കുന്നവർക്കിടയിൽ ചില ജനിതക സാമ്യതകൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ ഒരു പ്രത്യേക ഗണത്തിലോ ഭാഷകൾ സംസാരിക്കുന്ന പൊതുവായ ഉറവിടമുള്ള ഒരു ജനതയായിട്ടാണ് ആരെ കണക്കാക്കുന്നത്? ആര്യന്മാരെ കണക്കാക്കുന്നത്. ഇത്രയാണ് ആര്യന്മാർ. ഇൻഡോ ആര്യൻസ് ആരാണെന്ന് ചോദിച്ചാൽ അതിനുള്ള മറുപടി. അപ്പോൾ ഇൻഡോ ആര്യൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ളവരല്ല എന്നാണ് നമ്മളതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത് കേട്ടോ. ഇനി അതിൽ രണ്ടാമത്തെ യൂണിറ്റിൽ നിന്ന് നമ്മളോട് ചോദിക്കാൻ സാധ്യതയുള്ളൊരു ക്വസ്റ്റ്യനാണ്, വാട്ട് വാസ് വേദാസ്? എന്താണ് വേദങ്ങൾ എന്നാണ്. ആൻസർ, ഇന്തോ യൂറോപ്യൻ ഭാഷാ കുടുംബത്തിലെ ഏറ്റവും പഴയ ഗ്രന്ഥമാണ് ഏത്? വേദങ്ങൾ. വേദം എന്ന പദം അറിവിനെയാണ് സൂചിപ്പിക്കുന്നത്. പ്രചാരത്തിലുള്ള ഇന്ത്യൻ നിരീക്ഷണമനുസരിച്ച് വേദങ്ങൾക്കൊരു ദൈവിക ഉറവിടവും അതുപോലെ തന്നെ ഒരു ശാശ്വത സ്വഭാവവും ഉണ്ട്. മാക്സ് മുള്ളർ വേദത്തെ ഹൃദയത്തിൽ നിന്ന് പഠിച്ച ഒരു വിശുദ്ധ ഗ്രന്ഥം എന്നാണ് വിശേഷിപ്പിച്ചത്. എന്നാൽ RC മജുംദാർ പറയുന്നത് വേദങ്ങൾ അനേകം നൂറ്റാണ്ടുകളായി വളർന്നു വന്നതും വാമൊഴിയായിട്ട് തലമുറകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതുമായ ഒരു ബഹുജന സംഹിതയാണ് എന്നാണ്. അതുപോലെ റോമില താപ്പറിൻ്റെ അഭിപ്രായത്തിൽ വേദങ്ങൾ ആചാരങ്ങളുടെ ആചാരങ്ങളുടെ ഒരു മാനുവൽ എന്ന് പറഞ്ഞാൽ ഒരു ഗ്രന്ഥം, മാനുവലും അതുപോലെ ആചാരങ്ങളുടെ വ്യാഖ്യാനങ്ങളുമാണ് എന്നാണ് താപ്പർ പറയുന്നത്. എന്നാൽ രണബീർ ചക്രവർത്തി വേദസംഹിതയിൽ ഋഷിമാർ കേട്ട വൈദിക വെളിപാടുകളാണ് വേദങ്ങൾ എന്നാണ്. ഋഷിമാർ കേട്ടിട്ടുള്ള വൈദിക വെളിപാടുകളാണ് വേദങ്ങൾ എന്നാണ് പറയുന്നത്. ഇനി വാട്ട് ഈസ് സ്മൃതി ലിറ്ററേച്ചർ? എന്താണ് സ്മൃതി സാഹിത്യം? ആൻസർ, ശ്രുതി സാഹിത്യത്തോടൊപ്പം ഓർമ്മിപ്പിച്ചു അല്ലെങ്കിൽ ഓർമ്മിച്ചു എന്നർത്ഥം വരുന്ന ഒരു കൂട്ടം സാഹിത്യങ്ങളുണ്ട്. അത് സ്മൃതി സാഹിത്യം എന്ന പേരിൽ അറിയപ്പെട്ടു. വില്യം ജോൺസിൻ്റെ അഭിപ്രായത്തിൽ സ്മൃതി എന്നത് ആദ്യം മുതൽ ഓർത്തുവെച്ചത് എന്നാണ്. അപ്പോൾ ഈ ഗ്രന്ഥങ്ങൾ തലമുറകളിലൂടെ വാമൊഴിയായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുകയും ഓർമ്മിക്കപ്പെടുകയും ചെയ്തതായിട്ടാണ് കണക്കാക്കുന്നത്. ഈ സാഹിത്യത്തെ പിൽക്കാല വൈദിക സാഹിത്യമായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. സ്മൃതി സാഹിത്യത്തിലെ വേദങ്ങൾ, പുരാണങ്ങൾ, ഇതിഹാസങ്ങൾ, അതുപോലെ മതേതര സാഹിത്യം എന്നിവയെല്ലാം ഉൾപ്പെടുന്നുണ്ട്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ, എക്സ്പ്ലെയിൻ സാമവേദ സംഹിത. സാമവേദ സംഹിതയെക്കുറിച്ച് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാനാണ്. ആൻസർ, സാമവേദ സംഹിതയിൽ 1810 ശ്ലോകങ്ങളാണുള്ളത്. മന്ത്രങ്ങളുടെ പുസ്തകം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ബ്രാഹ്മണരിൽ ഒരു പ്രത്യേക വിഭാഗം സോമയാഗവേളയിൽ ഇതിലുള്ള സ്തുതിഗീതങ്ങൾ, സ്മൃതികൾ ആലപിച്ചിരുന്നു. അപ്പോൾ സംഗീതത്തെക്കുറിച്ചുള്ള ആദ്യകാല ഇന്ത്യൻ ഗ്രന്ഥമായിട്ട് ഈ സാമവേദത്തെ കണക്കാക്കുന്നു. 1 വേർഡ് ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ കനൗത്തുമ, രണയിന, അതുപോലെ ജമിനിയ എന്നിവരാണ് സാമവേദത്തിൻ്റെ പുനരാഖ്യാനങ്ങൾ അല്ലെങ്കിൽ പുനരാഖ്യാനം നടത്തിയിട്ടുള്ള രൂപങ്ങൾ. ഇനി എക്സ്പ്ലെയിൻ യജുർവേദ സംഹിത. യജുർവേദ സംഹിതയെക്കുറിച്ച് വിശദമാക്കാൻ. യജുർവേദ സംഹിതയെ ത്യാഗ പ്രാർത്ഥനകളുടെ പുസ്തകമായിട്ടാണ് കണക്കാക്കുന്നത്. ത്യാഗം പോലെയുള്ള ആചാരങ്ങളുമായി ബന്ധപ്പെട്ട സ്തുതിഗീതങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. യജുർവേദ 2 പുനരവലോകനങ്ങൾ അഥവാ ശാഖകളായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ശുക്ലം, അതുപോലെ കൃഷ്ണ എന്നിവയാണത്. ഏതൊക്കെയാണ്? ശുക്ലം, കൃഷ്ണ എന്നിവയാണ് ആ 2 ഭാഗങ്ങൾ. ഇതിൽ ശുക്ല അഥവാ വെളുത്തത് എന്ന് പറയുന്നത് എന്താണ്? അതിൽ ഉൾപ്പെടുന്നത് സ്തുതികൾ മാത്രമാണ്.
എന്നാൽ കൃഷ്ണ അഥവാ കറുത്ത ശാഖയിൽ വ്യാഖ്യാനങ്ങളോടൊപ്പം എന്തുകൊണ്ട് സ്തുതികളും ഉണ്ടായിരിക്കും. അതാണ് അതിൻ്റെ വ്യത്യാസം. ഇനി എക്സ്പ്ലെയിൻ അഥർവവേദ സംഹിത. അഥർവവേദ സംഹിതയെക്കുറിച്ച് വിശദമാക്കുക എന്നാണ്. അഥർവവേദ സംഹിത യഥാർത്ഥത്തിൽ വേദസംഹിതകളിൽ ഉൾപ്പെട്ട ഒന്നല്ല. അഥർവൻ, അങ്കിരസം എന്നിങ്ങനെ 2 വിഭാഗങ്ങൾ ഉള്ളതുകൊണ്ട് അഥർവവേദത്തെ യഥാർത്ഥത്തിൽ അഥർവാംഗിരസം എന്നാണ് വിളിച്ചിരുന്നത്. ഏറ്റവും പുതിയ വേദമായിട്ട് കണക്കാക്കുന്ന ഇത് ഋഗ്വേദത്തിലെ ശ്ലോകങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. ഇത് മാന്ത്രികതയുടെ ഒരു പാഠമായിട്ടാണ് കണക്കാക്കുന്നത്. അഥർവവേദ സംഹിതയിൽ കൂടുതലും മന്ത്രങ്ങൾ, മാജിക് എന്നിവയെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഈ കാരണങ്ങളാൽ ഈ സംഹിത വളരെ കാലം വൈദിക സാഹിത്യത്തിൽ ഉൾപ്പെടുത്താതെ മാറ്റി നിർത്തിയിരുന്നു. ഇനി ഡിസ്കസ് പുരാണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യാനാണ്. റൊമില താപ്പറിൻ്റെ അഭിപ്രായത്തിൽ പുരാണങ്ങൾ പിൽക്കാല വിഭാഗീയ സാഹിത്യം എന്നാണ്, അല്ലെങ്കിൽ വിഭാഗീയ സാഹിത്യമായിരുന്നു. അതുകൊണ്ട് വേദങ്ങളുടെയും പുരാണങ്ങളുടെയും ഉദ്ദേശം വ്യത്യസ്തമാണ്. പുരാണങ്ങളിൽ ഭൂതകാലത്തെക്കുറിച്ചുള്ള ധാരണയുടെ വിവരണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. പ്രധാന പുരാണങ്ങൾ AD 400 സമാഹരിച്ചതാണെന്നാണ് RS ശർമ്മ വാദിക്കുന്നത്. 18 മഹാപുരാണങ്ങളും അനേകം ഉപപുരാണങ്ങളും ഉണ്ട്. ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഉപനിഷത്ത്സ്. ഉപനിഷത്തുക്കളെ കുറിച്ചൊരു ചെറുകുറിപ്പ് തയ്യാറാക്കുക. ഉപനിഷത്തുകൾ BC 800 600 കാലഘട്ടത്തിനിടയിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഉപനിഷത്തുകളും ആരണ്യകങ്ങളും തത്വചിന്താപരമായ വ്യവഹാരങ്ങളാണ്. ഉപനിഷത്ത് അർത്ഥമാക്കുന്നത് അടുത്തിരുത്തൽ എന്നാണ്, അടുത്തിരുത്തുക എന്നുള്ളതാണ്. അപ്പോൾ തത്വചിന്താപരമായ വ്യവഹാരമായതുകൊണ്ട് തന്നെ അതിൻ്റെ അർത്ഥം എന്താണ്? സൃഷ്ടാവും സൃഷ്ടിയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള രഹസ്യ സിദ്ധാന്തത്തിൻ്റെ ഒരു രൂപമാണ് ശരിക്കും പറഞ്ഞാൽ രഹസ്യാത്മക ആശയവിനിമയത്തിന് ഗുരുവിന് സമീപം ശിഷ്യനിരിക്കലാണ്. അതാണ് അടുത്തിരുത്തുക എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഉപനിഷത്തുകൾ ആത്മൻ അല്ലെങ്കിൽ സ്വയം, ബ്രഹ്മം അഥവാ സാർവത്രിക സത്ത എന്നിവയുമായുള്ള ഐക്യവും സ്വത്വവും സങ്കല്പിക്കാൻ ശ്രമിക്കുന്നതാണ്. താത്വം അസി, അതായത് തത്വമസി എന്നുള്ളതിന് താത്വം അസി എന്നാണ് ഈ സിദ്ധാന്തം പ്രകടിപ്പിക്കുന്നത്. ത്യാഗം, ശരീരം, പ്രപഞ്ചം എന്നിവയെക്കുറിച്ചുള്ള ദാർശനിക ആശയങ്ങൾ ഉപനിഷത്തുകളിൽ അടങ്ങിയിട്ടുണ്ട്. ഉപനിഷത്തുകളിലെ പല ചിത്രകഥകളും ആത്മാവും ബ്രഹ്മവും തമ്മിലുള്ള ബന്ധത്തെയാണ് സൂചിപ്പിക്കുന്നത്. 108 ഉപനിഷത്തുകളുണ്ട്. ഉപനിഷത്തുകളിൽ തത്വചിന്തയും മതവും അറിയാവുന്ന വിവിധ ഗുരുക്കന്മാരുടെ അഭിപ്രായങ്ങളും പാഠങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഇനി ഡിസ്ക്രൈബ് ദ ഋഗ്വേദിക് സംഹിത. ഋഗ്വേദ സംഹിതയെക്കുറിച്ച് വിവരിക്കുക, വിശദമാക്കുക. ഋഗ്വേദ സംഹിതയിൽ 1028 ശ്ലോകങ്ങൾ അഥവാ സൂക്തങ്ങളുണ്ട്. 10 മണ്ഡലങ്ങളിലായിട്ട് അതിനെ തിരിച്ചിട്ടുണ്ട്. കുടുംബ പുസ്തകം ഋഗ്വേദത്തിലെ ആദ്യ ശ്ലോകമായിട്ടാണ് കണക്കാക്കുന്നത്. കിഴക്കൻ അഫ്ഗാനിസ്ഥാനിലും പഞ്ചാബിലുമാണ് ഋഗ്വേദത്തിൻ്റെ കുടുംബ പുസ്തകം രചിക്കപ്പെട്ടത്. ഋഗ്വേദ സംഹിതയിലെ ഏറ്റവും പഴയ കുടുംബ പുസ്തകം 2 മുതൽ 7 വരെയുള്ള പുസ്തകങ്ങളാണ്. ഋഗ്വേദത്തിൽ നിലനിൽക്കുന്ന ഒരേ ഒരു പുനരാഖ്യാനമാണ് ശകലശാല. അതുപോലെ തന്നെ ഋഗ്വേദ സംഹിതയിൽ വിവിധ ദേവതകളെ അഭിസംബോധന ചെയ്യുന്ന ശ്ലോകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വൈദിക സാഹിത്യത്തിലെ ആദ്യകാല കൃതിയാണ് ഈ സംഹിത. ഇതിലെ 8ാം പുസ്തകത്തിലെ ശ്ലോകങ്ങൾ കണ്ണു കുടുംബത്തിനും അങ്കിരസ് കുടുംബത്തിനും സമർപ്പിക്കപ്പെട്ടതാണ്. 10ാമത്തെ മണ്ഡലം സോമയ്ക്ക് സമർപ്പിച്ചു. ആദ്യത്തേതും 10ാമത്തേതും മണ്ഡലങ്ങൾ പിന്നീടുള്ള കൂട്ടിച്ചേർക്കലുകളായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ജർമ്മൻ ഇൻഡോളജിസ്റ്റായ ഹെർമൻ ഓൾഡർബർഗിൻ്റെ അഭിപ്രായത്തിൽ 10ാമത്തെ മണ്ഡലത്തിൽ വ്യക്തമായിട്ട് അല്ലെങ്കിൽ 10ാമത്തെ മണ്ഡലത്തിൽ ഏറ്റവും കൂടുതൽ സ്തുതിഗീതങ്ങൾ അടങ്ങിയിട്ടുണ്ട്. വ്യക്തമാക്കിയിട്ടുള്ള അനേകം സ്തുതിഗീതങ്ങൾ അടങ്ങിയിട്ടുണ്ട്. മറ്റു മണ്ഡലങ്ങളെ അപേക്ഷിച്ച് ഇത് സ്തുതികൾക്കും അല്ലെങ്കിൽ സ്മൃതികളുടെ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പഠിച്ചില്ലേ സ്മൃതികളുടെ ക്രമീകരണത്തെ ശക്തമായിട്ട് ലംഘിക്കുന്നതായിട്ട് കണ്ടെത്തിയിട്ടുണ്ട്. അതുകൊണ്ട് 10ാം മണ്ഡലം ഋഗ്വേദത്തിൻ്റെ ഒരു കൂട്ടിച്ചേർക്കലായിട്ടാണ് അദ്ദേഹവും കണക്കാക്കുന്നത്. മൈക്കൽ വിറ്റ്സൻ്റെ അഭിപ്രായത്തിൽ 10ാം മണ്ഡലം ഋഗ്വേദത്തിൻ്റെ മഹത്തായ അനുബന്ധമായിട്ടും കണക്കാക്കപ്പെടുന്നുണ്ട്. എന്നാലും കൂട്ടിച്ചേർക്കൽ തന്നെയാണ്, പക്ഷേ എന്താണ് ഒരു മഹത്തായ അനുബന്ധം. ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് ഇതിലേക്ക് എടുക്കേണ്ടതായിട്ടുണ്ടെന്നാണ് മൈക്കൽ വിറ്റ്സൽ പറയുന്നത്. ഇനി വാട്ട് ആർ ബ്രാഹ്മണാസ്? എന്താണ് ബ്രാഹ്മണങ്ങൾ? വൈദിക സാഹിത്യങ്ങൾക്ക് പ്രധാനമായും ആചാരാനുഷ്ഠാനങ്ങൾക്കുള്ള വിശദീകരണങ്ങളാണ് ബ്രാഹ്മണങ്ങൾ. ഓരോ യാഗത്തിൻ്റെയും അർത്ഥവും ഓരോ യാഗം നടത്തുന്ന രീതിയും അവ വിശദീകരിക്കുന്നുണ്ട്. ഇവ പ്രധാനമായും ഗദ്യത്തിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ബ്രാഹ്മണങ്ങളെ പിൽക്കാല വേദരചനകളുടെ വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. BC 1ാം സഹസ്രാബ്ദത്തോടടുത്താണ് ബ്രാഹ്മണങ്ങളുടെ ഘടനയെക്കുറിച്ച് ചരിത്രകാരന്മാർ കണക്കാക്കി തുടങ്ങിയത്. ബ്രാഹ്മണങ്ങൾ വേദങ്ങളിൽ നിന്ന് പിന്നീട് ബ്രാഹ്മണ സാമൂഹിക ക്രമത്തിലേക്കുള്ള പരിവർത്തനമായിട്ട് കണക്കാക്കി എന്നാണ് ആര് പറയുന്നത്? VD മഹാജൻ അഭിപ്രായപ്പെടുന്നത്.
അതുപോലെ വേദങ്ങളിലെ ശ്ലോകങ്ങളുടെ ആഖ്യാനമായിട്ടാണ് അദ്ദേഹം ബ്രാഹ്മണങ്ങളെ നിർവചിച്ചത്. ഉപീന്ദർ സിംഗിൻ്റെ അഭിപ്രായത്തിൽ ബ്രാഹ്മണങ്ങൾ സംഹിത വിഭാഗത്തിൻ്റെ ഗദ്യ വിശദീകരണങ്ങളാണ്. കൂടാതെ ആചാരങ്ങളും അവയുടെ ഫലങ്ങളെയും കുറിച്ച് വിശദമായ വിശദീകരണങ്ങൾ ഇതിലുണ്ട്, ഈ ബ്രാഹ്മണങ്ങളിൽ ഉണ്ട്. ഓരോ വേദ സംഹിതക്കും അതിൻ്റേതായ ബ്രാഹ്മണങ്ങളുണ്ട്. ഋഗ്വേദത്തിലെ ബ്രാഹ്മണങ്ങൾ കൗഹീതഹി എന്താണ് കൗഹീതഹി ബ്രാഹ്മണവും ഐതരേയ ബ്രാഹ്മണവുമാണ്. അതുപോലെ 3 ബ്രാഹ്മണങ്ങൾ സാമവേദവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. ശതപഥ ബ്രാഹ്മണം വെളുത്ത യജുർവേദത്തിൽ പെട്ടതാണ്. അതുപോലെ ഗോപത ബ്രാഹ്മണങ്ങൾ അഥർവവേദവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതൊന്നും കിട്ടണില്ലെങ്കിൽ എഴുതണ്ട, പക്ഷെ അതുവരെയുള്ളതൊക്കെ നിങ്ങൾ അതിൽ ചേർത്ത് എഴുതിയാൽ മതി. കാരണം 5 മാർക്കിനാണ് ചോദിക്കുക, അപ്പം അതിനനുസരിച്ച് വേണ്ട. ഇനി എക്സ്പ്ലെയിൻ 2 ഇമ്പോർട്ടൻറ്റ് എപ്പിക്സ്. 2 പ്രധാന ഇതിഹാസങ്ങൾ വിശദീകരിക്കുക. രാമായണവും മഹാഭാരതവുമാണ് 2 പ്രധാന ഇതിഹാസങ്ങൾ. നായകന്മാരുടെ സമൂഹത്തിൻ്റെ ആഖ്യാനമാണ് രാമായണവും മഹാഭാരതവും ഉണ്ടാക്കിയ തുടങ്ങിയ ഇതിഹാസങ്ങൾ. പുരാണ സാഹിത്യങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇതിഹാസങ്ങൾ ഭൂതകാലത്തിൻ്റെ ചില വിശദീകരണങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. മഹാഭാരതം, രാമായണം എന്നീ 2 ഇതിഹാസങ്ങളും സാഹിത്യത്തിലെ ഇതിഹാസം, സ്തുതി എന്നീ വിഭാഗങ്ങളിലാണ് ഉൾപ്പെടുന്നത്. ചരിത്രകാരന്മാർ പറയുന്നത് മഹാഭാരത കാലഘട്ടം BC 400 CEക്കും BC 400നും CE 400നും ഇടയിലാണ് എന്നാണ്. രാമായണ കാലഘട്ടം BC 500നും CE 3-ാം നൂറ്റാണ്ടിനും ഇടയിലാണ് എന്നും കണക്കാക്കിയിട്ടുണ്ട്. ഇതിഹാസങ്ങൾ ജനങ്ങളുടെ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥയിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. തുടക്കത്തിൽ മഹാഭാരതത്തിൽ ജയസംഹിത എന്ന പേരിൽ 8800 ശ്ലോകങ്ങൾ ഉണ്ടായിരുന്നു. അത് വിജയവുമായിട്ട് ബന്ധപ്പെട്ട ശേഖരം ഉൾക്കൊള്ളുന്നു. പിന്നീട് ശ്ലോകങ്ങൾ 24,000 വർദ്ധിപ്പിക്കുകയും ഭരത എന്ന് വിളിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട്. തുടർന്ന് മഹാഭാരതം അല്ലെങ്കിൽ ശതസഹസ്രി സംഹിത എന്ന പേരിൽ 1,00,000 ശ്ലോകങ്ങളായിട്ട് ആക്കാനുള്ള വാക്യങ്ങൾ ചേർത്തിട്ടുണ്ട്. ഉപദേശപരവും വിവരണപരവും ആഖ്യാനപരവുമായ സാമഗ്രികൾ അടങ്ങുന്ന 18 പർവ്വങ്ങളാണ് മഹാഭാരതം. 18 പർവ്വങ്ങളുണ്ടതിന്. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധമാണ് ഈ ഗ്രന്ഥം പ്രധാനമായിട്ടും വിവരിക്കുന്നത്. പിൽക്കാല വേദകാലഘട്ടത്തിലാണത് മഹാഭാരതം കേട്ടോ. രാമായണത്തിലെ 24,000 ശ്ലോകങ്ങളും 7 കാണ്ഡങ്ങൾ അഥവാ ഭാഗങ്ങളും അഥവാ പുസ്തകങ്ങളും ഉണ്ടായിരുന്നു. ആദ്യത്തെ കാണ്ഡമായ ബാലകാണ്ഡം, അവസാനത്തെ കാണ്ഡമായ ഉത്തരകാണ്ഡം എന്നിവ പിന്നീടുള്ള കൂട്ടിച്ചേർക്കലുകളായിട്ടാണ് കണക്കാക്കുന്നത്. ഋഗ്വേദത്തെ പറഞ്ഞ പോലെ കേട്ടോ. മഹാഭാരതത്തിന് പിന്നാലെയാണ് രാമായണം രചിക്കപ്പെട്ടതെന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. BC 700-ലെ NBPW ഘട്ടത്തിൽ, അതായത് പെയിൻറ്റഡ് ഗ്രേവെയർ പോട്ടുകളില്ലേ, അതായത് പെയിൻറ്റ് ചെയ്ത മൺപാത്രങ്ങളില്ല, അവയുടെ കാലഘട്ടത്തിൽ അതാണ് ഇതിലേക്ക് വാസസ്ഥലങ്ങൾ വിശേഷിപ്പിക്കുന്നത്. ഇതിലേക്ക് രാമായണത്തിൽ. അപ്പോൾ രാമായണം രചിക്കപ്പെട്ടത് ഏകദേശം ആ ഒരു പെയിൻറ്റഡ് ഗ്രേവെയർ പോട്ടിൻ്റെ കാലഘട്ടത്തിലായിരിക്കാമെന്നാണ് ചരിത്രകാരന്മാർ വിശ്വസിക്കുന്നത്. ഇത്രയാണ് അതിൽ വരും കേട്ടോ. ഇനി 3-ാമത്തെ യൂണിറ്റിൽ നോക്കുക നമ്മൾ. അതിൽ വാട്ട് വാസ് സഭ, എന്താണ് സഭ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. സഭ ഗ്രാമങ്ങളുടെ സമ്മേളനമാണ്. അതാണ് സിമ്മർ പരാമർശിക്കുന്നത്. സഭ ഗോത്രത്തിൻ്റെ ബിസിനസ്സിനുമായുള്ള ജനങ്ങളുടെ സമ്മേളന സ്ഥലമാണ്. അത് സാമൂഹിക ഒത്തുചേരലുകളുടെ കേന്ദ്രമായിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. പൊതുസംഭാഷണം, സംവാദം, വാക്കാലുള്ള മത്സരങ്ങൾ എന്നിവയ്ക്കുള്ള ഒരു യോഗ സ്ഥലമായിട്ട് സഭ പ്രവർത്തിച്ചിരുന്നു. ഒരു സഭ അല്ലെങ്കിൽ സഭ ഒരു ഗ്രാമസഭയാണെന്നാണ് RC മജുംദാർ പറയുന്നത്. അതുകൊണ്ട് സഭ പ്രാദേശികം എന്ന് അർത്ഥമാക്കുന്നുണ്ട് എന്നും അദ്ദേഹം പറയുന്നു. റോമില താപ്പറിൻ്റെ അഭിപ്രായത്തിൽ സഭ ബന്ധുക്കളുടെ സമ്മേളനമാണ്. ചുരുക്കി പറഞ്ഞാൽ സഭ എന്താണ്, ഭരണസമിതിയാണോ നാട്ടുകൂട്ടമാണോ എന്നുള്ളത് സംശയം കേട്ടോ. ഇനി വാട്ട് ഈസ് സമിതി, എന്താണ് സമിതി? സമിതി ഗോത്രത്തിൻ്റെ കേന്ദ്ര സമ്മേളനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ രാജനും പങ്കെടുത്തിരുന്നു. മറ്റു സമിതിയിൽ എന്തില്ല, സഭയിൽ എന്തില്ല, രാജൻ അല്ലെങ്കിൽ ഗോത്രത്തലവൻ പങ്കെടുത്തിരുന്നില്ല. ഗോത്രത്തിൻ്റെ ബിസിനസ്സിനായുള്ള ജനങ്ങളുടെ സമ്മേളനമാണ് സമിതി. ഈ സമിതിയെ വംശത്തിൻ്റെ സമ്മേളനം എന്നാണ് റോമില താപ്പർ വിശേഷിപ്പിച്ചത്. ഇത് സഭയേക്കാൾ തുറന്ന സമ്മേളനമായിരുന്നു എന്നും ആര് പറയുന്നുണ്ട്, താപ്പർ പറയുന്നുണ്ട്. ചെറിയ എലൈറ്റ് സമ്മേളനമായിട്ട് വിഭാവനം ചെയ്ത ഒന്നായിരുന്നു സമിതി. രാജൻ്റെ അധ്യക്ഷതയിലുള്ള പൊതുസമ്മേളനമാണ് ഏത് പറഞ്ഞല്ലോ, സമിതി. ഇനി വാട്ട് ഈസ് വിധാത, എന്താണ് വിധാത? സാമ്പത്തികവും സൈനികവും മതപരവും സാമൂഹികവുമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന പുരുഷന്മാരും സ്ത്രീകളും പങ്കെടുത്ത ഇന്തോ ആര്യന്മാരുടെ ആദ്യകാല നാടോടി കൂടിച്ചേരൽ അഥവാ സമ്മേളനം എന്നാണ് ശർമ്മ വിധാതയെ നിർവചിച്ചത്. ജനങ്ങളും രാജനും പങ്കെടുത്ത സമ്മേളനമാണ് വിധാതയിൽ നടക്കുന്നത്. യുദ്ധങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചുമുള്ള ചർച്ചകൾ എവിടെയുണ്ട്? ഈ സഭയിൽ, അതായത് വിധാത എന്ന കൂടിച്ചേരലിൽ നടത്തുന്നുണ്ട്.
ഇനി 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. ഡിസ്കസ് ദ നേച്ചർ ഓഫ് സോഷ്യൽ ലൈഫ് ഇൻ ദ ഋഗ്വേദിക് പീരീഡ്. ഋഗ്വേദ കാലഘട്ടത്തിലെ സാമൂഹിക ജീവിതത്തെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നാണ്. ഋഗ്വേദ കാലഘട്ടത്തിലെ സാമൂഹിക സംഘടന ഗോത്ര സ്വഭാവമുള്ളതും ബന്ധുത്വത്തിൽ അധിഷ്ഠിതവുമായിരുന്നു. ഋഗ്വേദ കാലഘട്ടത്തിലെ സാമൂഹിക രാഷ്ട്രീയ യൂണിറ്റുകളിൽ ജന, വിഷ്, ഗണ, ഗൃഹ, കല എന്നിവ ഉൾപ്പെടുന്നുണ്ട്. വിസ് എന്നതിൻ്റെ അർത്ഥം ആളുകൾ അഥവാ വംശം എന്നാണ്. കുലം എന്ന് പറഞ്ഞാൽ കുടുംബം, ഏറ്റവും ചെറിയ യൂണിറ്റ്, കുടുംബത്തിൻ്റെ ഏറ്റവും ചെറിയ യൂണിറ്റാണ് കുലം. അതുപോലെ തന്നെ ആര്യൻ ഗോത്ര സമൂഹത്തിൻ്റെ അടിസ്ഥാന ഘടകം കുലമായിരുന്നു. അത് എന്താ പറയുക, ഒരു പുരുഷാധിപത്യ കുടുംബത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുടുംബത്തിലെ മുതിർന്ന പുരുഷനായിരുന്നു കുലപ. അതുപോലെ തന്നെ കുടുംബത്തിൻ്റെ സംരക്ഷകനുമായിരുന്നു കുലപ. ഋഗ്വേദ സമൂഹത്തിന് അടിമത്തം അല്ലെങ്കിൽ സമൂഹത്തിനകത്ത് അടിമത്തം പരിചിതമായിരുന്നു. അല്ലെങ്കിൽ അത് ഉണ്ട് എന്ന് പറയുന്നവരില്ല എന്ന് പറയുന്നത്. പക്ഷേ നമ്മൾ പുസ്തകത്തിൽ കാണുന്നത് അടിമത്തം പരിചിതമായിരുന്നു എന്നാണ് കേട്ടോ. യുദ്ധപുരുഷന്മാരെയും സ്ത്രീകളെയുമാണ് അടിമകളാക്കുന്നത് സംബന്ധിച്ച് ഋഗ്വേദത്തിൽ പരാമർശങ്ങളുണ്ട് എന്ന് പറയുന്നു. ഋഗ്വേദ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സ്ഥാനം മികച്ചതായിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസം അവഗണിക്കപ്പെട്ടിട്ടില്ല. അതായത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം നൽകിയിരുന്നു. അവർ ഭർത്താക്കന്മാരോടൊപ്പം ആചാരങ്ങളിലും യാഗങ്ങളിലുമെല്ലാം പങ്കെടുത്തിരുന്നു. അതുപോലെ സ്ത്രീ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് സൗകര്യങ്ങളെല്ലാം അന്നത്തെ സഭാസമിതി പോലെയുള്ള കൂടിച്ചേരലുകൾ അനുവദിച്ചു കൊടുത്തിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് പല ബഹുമതികളും ലഭിച്ചിരുന്നു. ഈ കാലഘട്ടത്തിൽ വിവാഹം സ്ഥാപനവൽക്കരിക്കപ്പെട്ടതുകൊണ്ട് സ്ത്രീകൾക്ക് അവരുടെ വിവാഹ കാര്യത്തിലുള്ള അഭിപ്രായങ്ങൾ വരെ പരാമർശിക്കാനുള്ള സ്വാതന്ത്ര്യവും ഉണ്ടായിരുന്നു. ഇത്രയാണ്. അതുപോലെ വിധവകൾ ഭർത്താവിൻ്റെ സഹോദരന്മാരുമായിട്ട് പുനർവിവാഹം ചെയ്യുന്ന ഒരു സമ്പ്രദായവും ലെവിയറേറ്റ് എന്ന് പറയും, അതും ആ കാലഘട്ടത്തിലുണ്ടായിരുന്നു. ഇനി ഡിസ്കസ് അബൌട്ട് ദ ട്രൈബൽ അസംബ്ലീസ് ഓഫ് ഋഗ്വേദിക് പീരിയഡ്. ഋഗ്വേദ കാലഘട്ടത്തിലെ ഗോത്ര അസംബ്ലികളെക്കുറിച്ച് ചർച്ച ചെയ്യുക. അപ്പോൾ നമ്മൾ ഓരോന്നോരോന്നായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഗണ ഗോത്ര സമുദായത്തിലെ ഒരു ഉപഗ്രൂപ്പായിട്ടാണ് ഗണയെ മനസ്സിലാക്കുന്നത്. റോമില താപ്പർ പറയുന്നതും അതുതന്നെയാണ്, അവരുടെ അഭിപ്രായം അതുതന്നെയാണ്. കൂടാതെ പൊതുപൂർവികരുടെ പേരായിട്ടും ഇതിനെ തിരിച്ചറിയുന്നു. അവരുടെ പേരിലാണ് ഗണ അറിയപ്പെടുന്നത്. സമപ്രായക്കാരായ തുല്യ പദവിയിലുള്ള തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുടെ ഒരു ബോഡി എന്നാണ് റോമില താപ്പർ ഗണക്ക് നൽകിയിട്ടുള്ള നിർവചനം. ഇനി വിധാത. സാമ്പത്തികവും സൈനികവും മതപരവും സാമൂഹികവുമായ എല്ലാ പ്രവർത്തനങ്ങളും നടത്തുന്ന പുരുഷന്മാരും സ്ത്രീകളും പങ്കെടുത്ത ഇന്തോ ആര്യന്മാരുടെ ആദ്യകാല നാടോടി കൂടിച്ചേരൽ അഥവാ സമ്മേളനം എന്നാണ് ശർമ്മ വിധാതയെ നിർവചിച്ചത്. ജനങ്ങളും രാജനും പങ്കെടുത്ത സമ്മേളനം എന്നാണ് വിധാതയെ സൂചിപ്പിക്കുന്നത്. യുദ്ധങ്ങളെക്കുറിച്ചും രാഷ്ട്രീയ കാര്യങ്ങളെക്കുറിച്ചുമാണ് അവിടെ ചർച്ചകൾ നടത്തിയിരുന്നത്. ഇനി സഭ ഗ്രാമങ്ങളുടെ സമ്മേളനം ആണ് എന്നാണ് ആര് പറയുന്നത്? സിമ്മർ പരാമർശിക്കുന്നത്. സഭ ഗോത്രത്തിൻ്റെ ബിസിനസ്സിന് വേണ്ടിയിട്ടുള്ള ജനങ്ങളുടെ സമ്മേളന സ്ഥലമാണ്. അത് സാമൂഹിക ഒത്തുചേരലുകളുടെ കേന്ദ്രമായിട്ട് പ്രവർത്തിച്ചു. പൊതുസംഭാഷണം, സംവാദം, വാക്കാലുള്ള മത്സരങ്ങൾ എന്നിവയ്ക്കുള്ള ഒരു യോഗ സ്ഥലമായി വർത്തിച്ചു സഭ എന്നാണ് ആർ.സി. മജുംദാർ പറയുന്നത്. അതിനാൽ സഭ പ്രാദേശികമാണ് എന്നും അദ്ദേഹം വെളിപ്പെടുത്തുന്നുണ്ട്. താപ്പറിൻ്റെ അഭിപ്രായത്തിൽ സഭ ബന്ധുക്കളുടെ സമ്മേളനമാണ്. ഇനി സമിതി ഗോത്രത്തിൻ്റെ കേന്ദ്ര സമ്മേളനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതിൽ രാജനും പങ്കെടുത്തിരുന്നു. ഗോത്രത്തിൻ്റെ ബിസിനസ്സിനായുള്ള ജനങ്ങളുടെ സമ്മേളനം എന്നാണ് ഇതിനെ പറയുന്നത്, സമിതിയെക്കുറിച്ച് പറയുന്നത്. സമിതി വംശത്തിൻ്റെ സമ്മേളനം എന്നാണ് റോമില താപ്പർ പറയുന്നത്. ഇത് സഭയേക്കാൾ തുറന്ന സമ്മേളനമായിരുന്നു എന്നും താപ്പർ സൂചിപ്പിക്കുന്നുണ്ട്. ചെറിയ എലൈറ്റ് സമ്മേളനമായിട്ട് വിഭാവനം ചെയ്ത ഒന്നായിരുന്നു സമിതി. രാജൻ്റെ അധ്യക്ഷതയിലുള്ള പൊതുസമ്മേളനമായിരുന്നു സമിതി. ഇനി പരിഷത്ത്. ആദ്യകാല ഗ്രന്ഥങ്ങളിൽ പരിഷത്ത് എന്ന പദം വളരെ കുറച്ച് മാത്രമേ പ്രയോഗിച്ചിട്ടുള്ളൂ. ഈ അസംബ്ലിയിൽ വളരെ കുറഞ്ഞ അംഗങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പ്രത്യേക ഉപദേശക ബോഡി ആയിരിക്കാം എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അക്കാലത്തെ രാഷ്ട്രീയ ആവശ്യങ്ങൾക്ക് ഇത്തരം ബോഡിക്ക് പ്രസക്തി ഇല്ലെന്നും താപ്പർ, അതായത് അതിൻ്റെ ഒന്നും ആവശ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നും താപ്പർ പറയുന്നുണ്ട്. ഇനി ഡിസ്ക്രൈബ് ദ പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ ഓഫ് ഋഗ്വേദിക് പീരിയഡ്. ഋഗ്വേദ കാലഘട്ടത്തിലെ രാഷ്ട്രീയ സംഘടനാ രീതി വിശദീകരിക്കുകയാണ്. രാജനായിരുന്നു ഗോത്ര സംരക്ഷകൻ. അദ്ദേഹം കന്നുകാലികളെ സംരക്ഷിച്ചു. കന്നുകാലികൾക്ക് വേണ്ടി അദ്ദേഹത്തിൻ്റെ കീഴിൽ പ്രാർത്ഥനകൾ നടന്നു. കന്നുകാലികൾക്ക് വേണ്ടി പോരാട്ടവും നടന്നു. കിരീടമണഞ്ഞ രാജ്ഞി മഹിഷി എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ദൈനംദിന ഭരണത്തിൽ ചില ഉദ്യോഗസ്ഥർ മുഖ്യനെ സഹായിച്ചിരുന്നു. പുരോഹിതനും സേനാനിയും ഗ്രാമിണിയും രാജനെ ഭരണത്തിൽ സഹായിക്കുന്ന പ്രധാനികളായിരുന്നു. പുരോഹിതന്മാർ യജമാനൻ്റെ വിജയത്തിനു വേണ്ടി മന്ത്രങ്ങൾ ചൊല്ലുകയും പ്രാർത്ഥിക്കുകയും സമ്മാനങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. സേനാനി സൈന്യത്തിൻ്റെ തലവനായിരുന്നു. പക്ഷേ രാജൻ സൈന്യത്തെ നിലനിർത്തുന്നതായിട്ട് എവിടെയും തെളിവുകൾ, അതായത് രാജന് സ്വന്തമായിട്ട് സൈന്യങ്ങൾ ഉണ്ടായിരുന്നു എന്നതിൻ്റെ തെളിവുകൾ എവിടെയും ലഭ്യമായിട്ടില്ല. റവന്യൂ പിരിവിനോ നീതിന്യായത്തിനും പ്രത്യേക ഉദ്യോഗസ്ഥന്മാരില്ലായിരുന്നു എന്ന് ശർമ്മ സൂചിപ്പിക്കുന്നുണ്ട്. മേച്ചിൽപ്പുറങ്ങളുടെ മേൽനോട്ടം ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥനെ വ്രജപതി എന്ന് ആണ് വിളിച്ചിരുന്നത്. കുലബൻ ഗ്രാമിണി എന്ന് വിളിക്കപ്പെടുന്ന കുടുംബനാഥനെ രാജൻ
യുദ്ധത്തിലേക്ക് നയിച്ചു. സൈനിക പ്രവർത്തനങ്ങൾ ഗണ, ഗ്രാമ, സർദ എന്നീ ഗോത്ര വിഭാഗങ്ങളെ ഏൽപ്പിച്ചു. ജനങ്ങൾ തുടർച്ചയായ ബലീകരണത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ഏർപ്പെട്ടിരുന്നത് കൊണ്ട് പ്രാദേശിക ഭരണമോ സിവിൽ സംവിധാനമോ ഉണ്ടായിരുന്നില്ല എന്നതും വളരെ ശ്രദ്ധേയമാണ്. അതേപോലെ തന്നെ ഋഗ്വേദ കാലഘട്ടത്തിൽ ചില അടിസ്ഥാന രാഷ്ട്രങ്ങൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു എന്നും പറയപ്പെടുന്നു. എന്നാൽ ഒരു പ്രത്യേക പ്രദേശമില്ലാത്ത ഗോത്ര മേധാവിത്വത്തെ അടിസ്ഥാനമാക്കിയുള്ള ആയിരുന്നു അവരുടെ രാഷ്ട്രീയ വ്യവസ്ഥ എന്നാണ് DN ഝാ അഭിപ്രായപ്പെടുന്നത്. ഇനി എക്സ്പ്ലെയിൻ ദ റിലീജിയസ് പ്രാക്ടീസസ് ഋഗ്വേദിക് പീരീഡ്. ഋഗ്വേദ കാലഘട്ടത്തിലെ മതപരമായ ആചാരങ്ങളെക്കുറിച്ച് വിശദമാക്കാനാണ്. ഋഗ്വേദ കാലഘട്ടത്തിലെ ജനങ്ങൾ പ്രകൃതി ശക്തികളെ അതുപോലെ വ്യക്തിപരമാക്കുകയും മനുഷ്യൻ്റെ മൃഗങ്ങളുടെയും ഒക്കെ ഗുണങ്ങൾ ആരോപിക്കുകയും ചെയ്തിരുന്നു. ഇത് ബൗദ്ധ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടാണ് ചരിത്രകാരന്മാർ കാണുന്നത്. അതുപോലെ തന്നെ ദൈവങ്ങളെ നരവംശപരമായിട്ട് ആരാധിക്കണമെന്ന് അവർ നിർബന്ധിച്ചു. ആകാശവും ഭൂമിയും 33 ദൈവങ്ങളുണ്ട് എന്ന് ഋഗ്വേദം വാദിച്ചു. ആകാശത്തിലും ഭൂമിയിലുമായിട്ട് ദൈവിക മതവിശ്വാസത്തിൻ്റെ സവിശേഷതകളിലൊന്ന് ദൈവങ്ങൾക്ക് പ്രാധാന്യമുള്ളൊരു നിശ്ചിത ക്രമമില്ല എന്നുള്ളത്. അതായത് ഏത് ഓർഡറിലാണ് അവർക്ക് കണ്ടമാനം ദൈവങ്ങളുണ്ട്, അതിന് പ്രത്യേക ഒരു ക്രമം ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും പ്രചാരമുള്ള ദിവ്യത്വം ഇന്ദ്രനായിരുന്നു. അദ്ദേഹത്തെ പുരന്തൻ അഥവാ കോട്ട തകർക്കുന്നവൻ എന്നാണ് വിളിച്ചിരുന്നത്. ഒരു യുദ്ധപ്രഭുവായിട്ടാണ് കണക്കാക്കുകയും ചെയ്തിരുന്നത്. അടുത്ത പ്രധാന ദൈവം അഗ്നിയായിരുന്നു. അഗ്നി എന്ന വാക്കിൻ്റെ അർത്ഥം തീ എന്നാണ്. അഗ്നി മനുഷ്യർക്കും ദൈവങ്ങൾക്കും ഇടയിലൊരു മധ്യസ്ഥനായിട്ടാണ് പ്രവർത്തിച്ചത് എന്ന് പറയുന്നു. അഗ്നി മനുഷ്യർക്കും ദൈവങ്ങൾക്കും ഇടയിലുള്ള മധ്യസ്ഥനായതുകൊണ്ട് തന്നെ ഇവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് ശ്ലോകങ്ങൾ ഋഗ്വേദത്തിൽ ഉണ്ട് കേട്ടോ. അഗ്നിക്കും ഇന്ദ്രനും ഒക്കെ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിന് വേണ്ടി 200 ശ്ലോകങ്ങൾ സമർപ്പിച്ചിട്ടുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ദേവനായിരുന്നു വരുണൻ. പ്രാപഞ്ചിക ക്രമം ഉയർത്തിപ്പിടിക്കുന്നവനായിരുന്നു വരുണൻ. സസ്യങ്ങളുടെ ദേവനായിട്ട് കണക്കാക്കിയിരുന്നത് സോമനെയാണ്. ഇദ്ദേഹം ഇന്ദ്രനോടും അഗ്നിയോടും അടുത്ത ബന്ധം പുലർത്തിയിരുന്നു. പിന്നീടുള്ള ശ്ലോകങ്ങൾ സോമ ചന്ദ്രനാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതുപോലെ മരുത്താസ് എന്ന് വിളിക്കുന്ന കൊടുങ്കാറ്റിനെ വ്യക്തിപരമാക്കിയിട്ടുണ്ട്. യുദ്ധവും ഫലപുഷ്ടിയുമായി ബന്ധപ്പെട്ട ഇരട്ട ദൈവങ്ങളെയാണ് അശ്വിന്മാർ എന്ന് വിളിക്കുന്നത്. ചില വേദശ്ലോകങ്ങൾ ഭദ്രയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട്. രുദ്രൻ എന്ന് പറഞ്ഞാൽ കാറ്റ് പിന്നീട് ശിവനായിട്ട് ലയിച്ചു എന്ന് പറയുന്നു. മരണാനന്തര ജീവിതത്തിൽ ഇവർ വിശ്വസിച്ചിരുന്നു എന്ന് ഋഗ്വേദത്തിൽ കാണുന്ന ശവസംസ്കാര ചടങ്ങുകളെ കുറിച്ചുള്ള വിവരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതുതന്നെ ആയിരിക്കാം സ്വർഗം, നരകം എന്നിവയെക്കുറിച്ചും വേദങ്ങളിൽ പറയുന്നുണ്ട്. അപ്പോൾ ആരാധനയുടെ പ്രധാന രൂപങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ ഒന്ന് പ്രാർത്ഥനയാണ്, മറ്റൊന്ന് അവരുടെ ബലികർമ്മങ്ങളെക്കുറിച്ച്, അതായത് ബലി നടത്തുക എന്നുള്ളത് ആ കാലഘട്ടത്തിൽ ഒരു പ്രധാന ചടങ്ങായിരുന്നു. അത് രണ്ടുമാണ്. ഒന്ന് പ്രാർത്ഥിക്കുക, മറ്റൊന്ന് ബലി കൊടുക്കുക എന്നുള്ളത്. ഇനി വിച്ച് ആർ ദ ഇമ്പോർട്ടൻറ്റ് PGW സൈറ്റ്സ്, 4ാമത്തെ യൂണിറ്റാണ് കേട്ടോ. പ്രധാനപ്പെട്ട PGW സൈറ്റുകൾ ഏതൊക്കെയാണ്? പടിഞ്ഞാറൻ ഉത്തർപ്രദേശിലും ഡൽഹിയിലും പഞ്ചാബ്, ഹരിയാന, രാജസ്ഥാൻ എന്നിവിടങ്ങളിലും വ്യാപകമായിട്ട് സൈറ്റുകൾ കണ്ടെത്തിയിട്ടുണ്ട്. PGW മൺപാത്രങ്ങൾ ആദ്യം കണ്ടെത്തിയത് അഹിഛത്രയിലാണ്. അതുപോലെ അസ്തിനപുരം, അലങ്കിർപൂർ, മധുര, കമ്പിൽ, സ്നോഹ്, ജോധ്പൂർ, ഭഗവാൻപുര തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും PGW സൈറ്റുകൾ ധാരാളമായിട്ട് കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. ഇനി നമ്മൾ ചോദിക്കുന്ന 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ, ഡിസ്കസ് അബൌട്ട് ദ മെറ്റീരിയൽ കൾച്ചർ ഓഫ് PGW സൈറ്റ്സ്. PGW സൈറ്റിലെ ഭൗതിക സംസ്കാരങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുക എന്നാണ്. PGW സൈറ്റിലെ ജനങ്ങൾ അരി, ഗോതമ്പ്, ബാർലി എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ള ഉപജീവനമാണ് നയിച്ചിരുന്നത്. സൈറ്റുകളിലെ ജനങ്ങൾക്ക് നിന്ന് കിട്ടുന്ന സൂചനകൾ അതാണ് തെളിയിക്കുന്നത്. ഇവർ ഫീൽഡ് കൃഷിയാണ് ചെയ്തിരുന്നത് എന്നും ഇരുമ്പ് ഉപകരണങ്ങൾ കാര്യക്ഷമമായിട്ട് ഉപയോഗിച്ചിട്ടില്ല എന്നുമാണ് RS ശർമ്മ അഭിപ്രായപ്പെടുന്നത്. താത്രാഞ്ചേരി ഗരയിലെ PGW സൈറ്റുകൾ ബാർലി കൂടാതെ അരിയും ഗോതമ്പും കൃഷി ചെയ്തതിൻ്റെ തെളിവുകൾ നൽകുന്നുണ്ട്. അതുപോലെ തന്നെ പയറ്, എള്ള്, മില്ലറ്റ് എന്നിവ ഇവരുടെ സൈറ്റുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടില്ല. ജലസേചന സൗകര്യത്തിന് പ്രത്യേക തെളിവുകളൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ അത്രാഞ്ചേരി ഗരയിൽ നിന്ന് കുറച്ച് വൃത്താകൃതിയിലുള്ള ആഴത്തിലുള്ള കുഴികൾ കണ്ടെടുക്കപ്പെട്ടിട്ടുണ്ട്. അരിവാൾ, കലപ്പ എന്നിവ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ PGW ജനത കാർഷിക ആവശ്യങ്ങൾക്കായി ഇരുമ്പിന് പകരം തടിയാണ് കലപ്പയായിട്ട് ഉപയോഗിച്ചിരുന്നത് എന്നും സൂചനയുണ്ട്. ആടുകൾ, കന്നുകാലികൾ, പന്നികൾ, കുതിരകൾ എന്നിവയുടെ അസ്ഥികളുടെ തെളിവുകൾ ഇവയുടെ സൈറ്റുകളിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അത്രാഞ്ചി ഗരയിൽ നിന്ന് കണ്ടെത്തിയ മൃഗങ്ങളുടെ അസ്ഥികൾ അവർ മാംസം കഴിച്ചിരുന്നതായിട്ടാണ് സൂചിപ്പിക്കുന്നത്. മൃഗങ്ങളുടെ അസ്ഥികളുടെ തെളിവുകൾ മൃഗബലിയെ സൂചിപ്പിക്കുന്നില്ലെന്ന് ശർമ്മ പരാമർശിക്കുന്നു. കാരണം ബലിപീഠത്തിൻ്റെ തെളിവുകളൊന്നും അവിടെ നിന്ന് ലഭ്യമായിട്ടില്ല. കന്നുകാലികളെ കൊല്ലുന്നത് പശുപരിപാലനത്തിൻ്റെ അടയാളമായിട്ട് കണക്കാക്കുന്നുണ്ട്. ത്യാഗത്തിനായിരുന്നില്ല. അസ്ഥിനപുരത്തിൽ നിന്ന് കുതിരയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് ഭക്ഷണത്തിനായിട്ട് ഉപയോഗിച്ചിരുന്നു എന്ന് വ്യക്തമല്ല.
കുതിരയുടെ അവശിഷ്ടങ്ങൾ മറ്റ് PGW സൈറ്റുകളിൽ ആ കാലഘട്ടത്തിൽ അത്ര വ്യാപകമായിട്ട് ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇരുമ്പ് ഉപകരണങ്ങളുടെ കാലഘട്ടവും അത് ആയിരുന്നില്ല. പലതരം മൺപാത്രങ്ങൾ ഇവരുടെ സൈറ്റുകളിൽ നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. അത്രാഞ്ചികരയിൽ നിന്ന് കണ്ടെടുക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ കുഴിച്ചെടുക്കപ്പെട്ടിട്ടുള്ള അടുപ്പുകളുള്ള നിരകൾ സാമുദായിക ഭക്ഷണത്തിൻ്റെ തെളിവുകൾ നൽകുന്നുണ്ട്. അതായത് കൂട്ടമായിട്ട് ഭക്ഷണം കഴിക്കുന്ന രീതിയെ അത് സൂചിപ്പിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് അവരുടെ എന്തിനെക്കുറിച്ച് പറയുന്നത്, അവരുടെ ജീവിത രീതികളെക്കുറിച്ചുള്ള പരാമർശങ്ങൾ. ഇനി നമുക്കിത് ഇന്ന് വരാൻ സാധ്യതയുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്. റൈറ്റ് നോട്ട് ഓൺ ദ ഫാമിലി സിസ്റ്റം ഇൻ ദ ലേറ്റർ വേദിക് പീരിയഡ്. പിൽക്കാല വേദകാലഘട്ടത്തിലെ കുടുംബ വ്യവസ്ഥയെക്കുറിച്ച് ഒരു കുറിപ്പെഴുതുക എന്നുള്ള. കുടുംബം കൂടുതൽ പുരുഷാധിപത്യമുള്ളതായിരുന്നു. ഗൃഹം ഒരു പ്രധാന യൂണിറ്റായിട്ട് ഗൃഹപതി വീട്ടിലെ വിഭവങ്ങളൊക്കെ നിയന്ത്രിക്കുന്ന ആളായിരുന്നു. ഒരു മകൻ്റെ ജനനം ഒരു മകളുടെ ജനനത്തെക്കാൾ പ്രിയപ്പെട്ടതായിട്ട് ആ കാലഘട്ടത്തിൽ കണക്കാക്കി. പിൽക്കാല വേദ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ സ്ഥാനം വളരെ മോശമായി മാറി. ഗോത്രങ്ങൾ വികാസം പ്രാപിച്ചു തുടങ്ങി. കാലക്രമേണ ഗോത്രം ഒരു പൊതുപൂർവികനിൽ നിന്നുള്ള വംശാവലിയെ പ്രതിനിധീകരിക്കാനും തുടങ്ങി. ഇനി നമുക്ക് അതിൽ നിന്നുള്ള മറ്റൊരു ക്വസ്റ്റ്യനാണ്, 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഡിസ്കസ് ദ നേച്ചർ ഓഫ് സോഷ്യൽ കണ്ടീഷൻ ഇൻ ദ ലേറ്റർ വേദിക് പീരിയഡ്. അതിലിപ്പോൾ ഈ പറഞ്ഞത് നമ്മൾ കൂട്ടിച്ചേർക്കണം. കൂടാതെ പിൽക്കാല സമൂഹം വർണ്ണ പദവിയിലെ വ്യത്യാസം കാണിക്കുന്നുണ്ട്. പിൽക്കാല വേദ സമൂഹം 4 വർണ്ണങ്ങളായിട്ട് വിഭജിക്കപ്പെട്ടു. ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ എന്നിവരാണ് ആ 4 വർണ്ണങ്ങൾ. തങ്ങളുടെ സ്ഥാനം നിയമവിധേയമാക്കാൻ തങ്ങളുടെ രക്ഷാധികാരികളെ അഥവാ ക്ഷത്രിയരെ സഹായിക്കാൻ ബ്രാഹ്മണർ സാമൂഹികവും രാഷ്ട്രീയവുമായ പദവികൾ അവകാശപ്പെട്ടു. ബ്രാഹ്മണ ആചാരങ്ങൾ, യാഗങ്ങൾ, ഉത്സവങ്ങൾ എന്നിവ ബ്രാഹ്മണർ നടത്തി. യുദ്ധങ്ങളിൽ തങ്ങളുടെ രക്ഷാധികാരികളുടെ വിജയത്തിനായിട്ട് അവർ പ്രാർത്ഥനകൾ നടത്തി. അവരുടെ സേവനങ്ങൾക്ക് പകരമായിട്ട് രാജാക്കന്മാർക്ക് അവർ സംരക്ഷണം അതുപോലെ നികുതി ഒഴിവാക്കൽ പോലെയുള്ള പദവികളും അനുവദിച്ചു കൊടുത്തു. രണ്ടാമത്തെ പ്രധാന വർണ്ണമായ ക്ഷത്രിയ യോദ്ധാക്കളായിട്ടാണ് അവരെ കണക്കാക്കിയിരുന്നത്. അവരെ സംരക്ഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ സംരക്ഷകരായിട്ട് പ്രത്യേകിച്ചും ബ്രാഹ്മണരെ സംരക്ഷകരായിട്ട് കണക്കാക്കി. ഭരണാധികാരികൾ പലപ്പോഴും ക്ഷത്രിയരിൽ നിന്നുള്ളവരായിരുന്നു. രാജൻ്റെ വിഭാഗത്തിൽപ്പെട്ട രാജകുമാരന്മാർ മറ്റെല്ലാ വർണ്ണങ്ങളുടെയും മേൽ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തിയിരുന്നു. രാജാവും ബ്രാഹ്മണരും തമ്മിലുള്ള ബന്ധം ഉപജീവനം തേടുന്നവരും സമ്മാനങ്ങൾ സ്വീകരിക്കുന്നവരും തമ്മിലുള്ള ഒരു ബന്ധമാണെന്നാണ് ഐതരേയ ബ്രാഹ്മണത്തിൽ സൂചിപ്പിക്കുന്നത്. വ്യാപാരികൾ, കർഷകർ, കരകൗശല തൊഴിലാളികൾ, ഉൽപ്പാദന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന സാധാരണക്കാർ എന്നിവരായിരുന്നു വൈശ്യർ യഥാർത്ഥ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വിഭാഗമാണ്. ശൂദ്രർ തൊഴിലാളി വിഭാഗമാണെന്നാണ് കണക്കാക്കിയിരുന്നത്. അതായത് ഏറ്റവും താഴ്ന്ന തരത്തിലുള്ള തൊഴിലുകളെല്ലാം ചെയ്യാൻ ബാധ്യസ്ഥരായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. ആരെക്കുറിച്ച്? ശൂദ്രരെക്കുറിച്ച്. അപ്പോൾ 4 വർണ്ണങ്ങളും ആ 4 വർണ്ണങ്ങളുടെ പദവികളും ആകുമ്പോൾ ആ ഒരു യൂണിറ്റ് എന്നുള്ള മെയിൻ ക്വസ്റ്റ്യൻ അതാണ് വരുന്നത്. എത്രാമത്തെ യൂണിറ്റാണത്? 5ാമത്തെ യൂണിറ്റാണ്. 2ാമത്തെ ബ്ലോക്കിലെ 5ാമത്തെ യൂണിറ്റാണ്. ഇനി അതിലെ ലാസ്റ്റ് ബ്ലോക്കിൽ നിന്ന് നമുക്ക് ഡിസ്കസ് ദ എവല്യൂഷൻ ഓഫ് ദ ഐഡിയ ഓഫ് ടെറിറ്റോറിയൽ പോളിറ്റി വിത്ത് റെസ്പെക്റ്റ് ഓഫ് ജനപദ. ജനപദവുമായി ബന്ധപ്പെട്ട പ്രാദേശിക രാഷ്ട്രീയം എന്ന ആശയത്തിൻ്റെ പരിണാമം ചർച്ച ചെയ്യുക എന്നാണ്. BC 6ാം നൂറ്റാണ്ടോടെ രാഷ്ട്രീയ യൂണിറ്റുകൾ മാറാൻ തുടങ്ങിയതായിട്ട് ചരിത്രകാരന്മാർ മനസ്സിലാക്കി. രാജഭരണ വ്യവസ്ഥകൾ അഥവാ രാജ്യങ്ങൾ, പ്രഭുത്വ രാഷ്ട്രങ്ങൾ അഥവാ ഗണങ്ങൾ എന്നിങ്ങനെ വ്യത്യസ്ത രാഷ്ട്രീയ വ്യവസ്ഥകൾക്ക് ഇത് സാക്ഷ്യം വഹിച്ചു. ഈ രാഷ്ട്രീയ വ്യവസ്ഥകളിൽ ചിലത് ഗോത്ര സ്വഭാവം നിലനിർത്തി, മറ്റുള്ളവ രാഷ്ട്രപദവിയിലേക്ക് നീങ്ങി അല്ലെങ്കിൽ മാറി. പിൽക്കാല വേദകാലഘട്ടത്തിലെ 2 പ്രമുഖ ഗോത്രങ്ങളായിരുന്നു ഭരതരും പുരുഷും ചേർന്ന് കുരുസ് എന്ന പേരിൽ ഒരു പുതിയ കോൺഫെഡറസി രൂപീകരിച്ചു. അതായത് ഈ കോൺഫെഡറസി തുറവാശ ഗോത്രവും അതുപോലെ ക്രിവിസ് ഗോത്രവും ചേർന്ന് പാഞ്ചാലങ്ങൾ രൂപീകരിച്ചു. കാലക്രമേണ കുരുക്കൾ പാഞ്ചാലന്മാരായിട്ട് ലയിക്കുകയും ഗംഗ, യമുന, ദോവാബിൽ അടുത്തുള്ളവർ ആധിപത്യം സ്ഥാപിക്കുകയും ചെയ്തു. അവരുടെ തലസ്ഥാനമായിരുന്നു ഹസ്തിനപുരം. പിൽക്കാല വേദകാലഘട്ടത്തിലെ ഗോത്ര രാഷ്ട്രീയത്തിൽ നിന്ന് വംശപരമ്പരയെ അടിസ്ഥാനമാക്കിയുള്ള പ്രാദേശിക ഭരണകൂടങ്ങൾക്കുള്ള പരിവർത്തനം ഉണ്ടായി എന്ന് ചരിത്രകാരന്മാർ ഊന്നി പറയുന്നു. വിറ്റ്സലിൻ്റെ അഭിപ്രായത്തിൽ കുരുക്കൾ ആദ്യ രാഷ്ട്രീയ പ്രതിനിധാനങ്ങളാണ് അല്ലെങ്കിൽ ആദ്യത്തെ രാഷ്ട്രീയ പ്രതിനിധാനങ്ങളായിട്ടാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള അതായത് ഒരു ഭരണകൂട വ്യവസ്ഥയിലേക്കുള്ള മാറ്റം രാഷ്ട്രീയവും സാമൂഹികവും സാമ്പത്തികവുമായ പ്രക്രിയകളെ അവസാനിപ്പിച്ചു. രാജവാഴ്ചയുടെ അഭാവത്തിൽ സംഘർഷവും അതുപോലെ താമസ കൂട്ടുകെട്ടുകളും ഉൾപ്പെടുന്നുണ്ട് എന്ന് ഉപീന്ദർ സിംഗ് വ്യക്തമാക്കുന്നുണ്ട്. പിൽക്കാല വേദത്തിലെ രാജൻ ജനങ്ങളുടെ സംരക്ഷകനും യുദ്ധത്തിലെ നായകനുമാണ്. തുടർന്ന് പാരമ്പര്യം രാജ്യത്വം എന്ന ആശയം പരമ്പരാഗതമായ രാജ്യത്വം എന്ന ആശയം അവിടെ രൂപം കൊണ്ടു. രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ ഉത്ഭവവും ആ സ്ഥാപനങ്ങളെ വിധേയമാക്കാനുള്ള അല്ലെങ്കിൽ നിയമവിധേയമാക്കാനുള്ള
വിധേയമാക്കാനുള്ള, അങ്ങനെ പറയാം, വിധേയമാക്കാൻ മനസ്സിലാവും, നിയമവിധേയമാക്കാനുള്ള ശ്രമങ്ങളും രാജ്യത്വത്തിൻ്റെ ആവിർഭാവത്തിന് അനുബന്ധമായിട്ട് വന്നു. പിൽക്കാല വേദകാല ശതപഥ ബ്രാഹ്മണം രാജാവും ദൈവവും തമ്മിലുള്ള അടുത്ത ബന്ധത്തെ സാക്ഷ്യപ്പെടുത്തി. അപ്പോൾ ദൈവത്തിന് തുല്യനായിട്ടാണ് ആരെ കണക്കാക്കിയിരുന്നത്? ആ രാജാവിനെ കണക്കാക്കിയിരുന്നത്. അതുകൊണ്ട് പല ആചാര ചടങ്ങുകളും ഈ സിംഹാസനാരോഹണ സമയത്ത് നടത്തിയിരുന്നു. രാജസൂയം, അശ്വമേധം, വാജപേയം തുടങ്ങിയ ആചാരങ്ങൾ രാജാവിൻ്റെ വർദ്ധിച്ചു വരുന്ന ശക്തിയെ ശക്തിപ്പെടുത്തുന്ന തരത്തിലുള്ള ആചാരപരമായിട്ടുള്ള ചടങ്ങുകളായിരുന്നു. ഈ ആചാരങ്ങൾ ശക്തിയെയും അധികാരത്തെയും പ്രതീകപ്പെടുത്തുന്നു. രാജാവിൻ്റെ വർദ്ധിച്ചു വരുന്ന ശക്തിയുടെ മറ്റൊരു വശം കൂടുതൽ പ്രാധാന്യമുള്ള ഉൽപ്പാദന വിഭവങ്ങൾ നേടിയെടുക്കുക എന്നതായിരുന്നു. സ്വമേധയുള്ള വഴിപാടുകളിൽ നിന്ന് നിർബന്ധിത വഴിപാടിലേക്കുള്ള ബലിയുടെ സ്വഭാവത്തിൻ്റെ മാറ്റവും ഈ കാലഘട്ടത്തിലാണ് ഉണ്ടായിട്ടുള്ളത് കേട്ടോ. ഇതിൽ സീരിയസ് ആയിട്ടൊരു എസ്സേ എന്ന് പറയാനൊന്നും ഈ യൂണിറ്റ് ഒന്നുമില്ല, എന്നാലും ഒരുപാട് 5 മാർക്ക് ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യത ഉണ്ട് താനും. ഓക്കെ, താങ്ക്സ്.